നമുക്കിന്ന് ഇതേപോലത്തെ ഒരു അടിപൊളി പിസ്സ ഉണ്ടാക്കിയാലോ? ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ, അതും ഭയങ്കര ടേസ്റ്റ്. ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് 2.5 കപ്പ് മൈദ വേണം. കുറച്ച് ഉപ്പൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. ഈ മിക്സിലേക്ക് നമുക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാം. ഞാൻ ബേക്കിംഗ് പൗഡർ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതും നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. വീണ്ടും ഈ പൗഡർ മിക്സിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗറും 1 ഇഞ്ച് ഉപ്പൂടെ ആഡ് ചെയ്യാം. again നല്ലോണം മിക്സ് ചെയ്യുക. അത് സോട്ട് ആയതിനു ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു പെർഫെക്റ്റ് ഡോ ആവുന്ന ഷേപ്പ് വരെ നല്ലോണം മിക്സ് ചെയ്യുക. വേണ്ടത്ര വെള്ളം ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടണം. ലൈക്ക് കയ്യിലൊന്നും ഒട്ടാണ്ടിരിക്കണം. ഇതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. യു ക്യാൻ ഓൾസോ യൂസ് കോക്കനട്ട് ഓയിൽ ഇൻസ്റ്റെഡ് ഓഫ് ദിസ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ആൻഡ് ഹെൽത്തി വെച്ച് നോക്കുമ്പോൾ ഒലിവ് ഓയിൽ ആയിരിക്കും. ഒരു 15 മിനിറ്റ് നമുക്ക് ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. ആ നേരം കൊണ്ട് നമുക്ക് ബാക്കി ടോപ്പിംഗ്സ് ഒക്കെ റെഡിയാക്കാം. ഓക്കെ, ASMR ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് സോസേജ് അരിയാം. ഞാൻ 2 എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരെണ്ണം ധാരാളമായിരുന്നു. ഒത്തിരി പീസസ് വന്നു, അപ്പം ഞാൻ ഒന്നേ യൂസ് ചെയ്തോളൂ. ഇനി ഇതൊന്നും കണ്ട് ആരും പേടിക്കേണ്ട. എൻ്റെ ചിക്കൻ ഫ്രൈ ഇല്ലായിരുന്നു, ചിക്കനേ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ബർഗർ പാറ്റ് വെച്ച് യൂസ് ചെയ്തത്. ചിക്കന് പകരമായിട്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ചിക്കൻ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെസ്റ്റ്. പിന്നെ എൻ്റെ ടോപ്പിങ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് കൂടെ എടുത്ത് അതൊന്ന് ഫ്രൈ ചെയ്ത് അതും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് വറുക്കുന്ന നേരം കൊണ്ട് നമുക്ക് സോസേജ് റെഡി. ശരിക്കും ഞാൻ ഉണ്ടാക്കുന്ന സോസേജ് ഫ്രൈ എനിക്ക് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ഇഞ്ച് ഉപ്പും, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ ഫ്ലേവറിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ചുകൂടി ഇട്ടും. പിന്നെ ഒലിവ് ഓയിൽ ഒന്ന് നല്ലോണം സോട്ടായി കിട്ടാൻ അതുകൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തു. ആ നേരം കൊണ്ട് നമ്മുടെ ബാക്കി ടോപ്പിംഗ്സ് ഒക്കെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പിസ്സേൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് പോവാണ്. ആദ്യം തന്നെ ഒരു ബേസ് തിക്കുള്ളൊരു പാൻ എടുക്കുക. നല്ലോണം ഒലിവ് ഓയിലോ കോക്കനട്ട് ഓയിലോ സ്പ്രെഡ് ചെയ്യുക. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മാവില്ലേ, അതെടുത്ത് നല്ലോണം ഒരു ബേസ് ആക്കി വെക്കുക. എന്നിട്ട് പിസ്സ സോസ് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ ആത്മാവ് വരെ ഞാൻ ഇങ്ങനെ വലിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് ഞാൻ പിസ്സ ഉണ്ടാക്കി മാത്രം തീർത്താണ്. പാസ്ത ഞാൻ ഇത് തൊട്ടിട്ടില്ല. പിന്നെ അതിന് മണ്ടിക്കൂടെ കെച്ചപ്പൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സോസേജ് ഒന്നൊന്നായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിൽ അങ്ങ് അറേഞ്ച് ചെയ്ത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് വെച്ചിട്ട് കാണാം. ആൻഡ് ഇപ്പോഴാണ് പിസ്സയായി കിട്ടിയത്. പിന്നെ കുറച്ച് പാസ്തയ്ക്ക് ഞാൻ ഉപയോഗിച്ചിരുന്ന കുറച്ച് പൗഡേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഓർഗാനോയും കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങനെ കുറച്ച് പൗഡേഴ്സ് ഇട്ട് കൊടുക്കുക. ഭയങ്കര ഓപ്ഷനിലാണ്, ജസ്റ്റ് ഒരു ഫ്ലേവറിങ്ങിന് വേണ്ടി മാത്രം. കുറേ ചീസ് വലിച്ചു വാരി ഇട്ട് കൊടുക്കുക. ചീസി ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറേ ഇട്ട് കൊടുക്കാം, കുറച്ച് ഇഷ്ടമുള്ളവർക്ക് അതിനനുസരിച്ച്. പിന്നെ ഒരു ഓണിയൻ സ്ലൈസ് ആയിട്ട് അരിഞ്ഞാൽ അതും കുറച്ച് റിങ്സ് വെച്ചിട്ട് നമുക്കിതൊന്നും കൊണ്ട് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇതെല്ലാം ഇപ്പം കണ്ടതിൻ്റെ സൈഡ് എഫക്ട്സ് ആണ്. അപ്പം ഞാൻ പോയി ഇതെല്ലാം മുർത്തിക്കിട്ട് വരാം. അപ്പോഴത്തേക്കും നമ്മുടെ പിസ്സ ബേക്ക് ആയി കിട്ടും. അതെല്ലാം ഒതുക്കി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ പിസ്സ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര ഒരു അടിപൊളി സ്മെല്ലായിരുന്നു അത് തുറന്നപ്പം. ആൻഡ് ഇത് എടുത്ത് മാറ്റുന്ന ഒരു വലിയ ചടങ്ങാണ്. ഞാൻ വിചാരിച്ചു നടുവേ മുറിഞ്ഞു പോകുന്നു, പക്ഷെ എങ്ങനെ ഓവർ കുക്ക് ആയതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. ബേസ് ഇത്ര തിക്കായിരുന്നു, ബട്ട് അമേസിംഗ്. ഭയങ്കര സിമ്പിളാണ്. സോ എന്തായാലും ട്രൈ ചെയ്യുക. ആൻഡ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ബൈ ഗൈസ്.